നമസ്കാരം. സ്ത്രീ ദേവതയാണ്, അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, എന്തൊക്കെ പറയാം, ഭൂമി ദേവിയാണ്, പുഷ്പിണിയാണ്. ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ കല്യാണം കഴിച്ച ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കണ്ടറിവുണ്ട്. കഥ കുമ്പളങ്ങ, അതായത് ചുടലയിൽ പെര വെച്ചെന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. അതായത് ശ്മശാനത്തിൽ എപ്പോഴും ഭയവും പേടിയും ഞെട്ടലുമാണല്ലോ. അല്ലെങ്കിൽ ചോരന പെരയല്ലേ മഴയത്ത് താമസിക്കണ പോലെ. അതായത് ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയും, രണ്ട് പറഞ്ഞാൽ നാല് പറയും, ഒരടി അടിച്ചാൽ രണ്ടടി ഇങ്ങോട്ട് അടിക്കും. ആൾക്കാരുടെ ഒന്നും തട്ടുത്തരം പറയും. അതായത് ഒരു പുരുഷൻ്റെ ഒരു വിലയും കൊടുക്കാണ്ട് കല്യാണം കഴിച്ചൊക്കെ മൃശിരസ്കായിട്ടൊക്കെ കയറി വരുന്ന പെൺകുട്ടികൾ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഭരണം കയ്യിലെടുത്ത് ഭരണമാറ്റം അവിടെ സംഭവിക്കണത്? എനിക്ക് അതിൻ്റെ ക്ലൂ മനസ്സിലായിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു തരുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥ. ഇപ്പം കല്യാണം കഴിച്ച് കൊട്ടും കുരവേ ആഘോഷമായിട്ടൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ സിരസ്കായിട്ടൊക്കെ അങ്ങനെയല്ല. ഒരു പെണ്ണ് വരുമ്പോൾ ഒരു പെണ്ണ് വന്ന് മാസങ്ങളും ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് പോകും തോറും ഇവർ തമ്മിലുള്ള പെരുമാറ്റം, ആളും തരവൊന്നും നോക്കില്ല. ഇവിടെ നിന്ന് ഇവനെ ഷൗട്ട് ചെയ്യും, എന്ത് പറഞ്ഞാലും ആൾക്കാരുടെ ഇടയിൽ നിന്ന്. പിന്നെ ഇവനെ ഭയങ്കര സംശയം, പ്രശ്നങ്ങൾ. ഒരു സ്വൈര്യവും ആ മനുഷ്യന് കൊടുക്കില്ല, പരിപാടിക്കും കൊടുക്കില്ല. ഇനി കുറച്ച് പ്രശ്നക്കാരിയാണെങ്കിലും ഒന്ന് കളിക്കാൻ കൊടുത്താലുണ്ടല്ലോ ഒരു ഇന്നാലിറ്റി, അതില്ല. ഇപ്പം ഞാൻ എല്ലാ നിലക്കും ചൂഷണം ചെയ്യാം. ഇത് കൊണ്ടായി ഇറച്ചി വേണം, മീൻ വേണം, ഡ്രസ്സ് എടുക്കണം. ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ അതിന് പുതിയ ഡ്രസ്സ്, പിറ്റേ ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടെങ്കിൽ അതിന് പുതിയ ഡ്രസ്സ്. ഇവനാണെങ്കിൽ വലിയ വരുമാനമൊന്നുമില്ല, ഇവനിട്ടടങ്ങറാക്കുക. അതൊക്കെ പോട്ടെ, അതിപ്പോൾ ഒരു കടമയാണ് ഭർത്താവില്ല. ഇവള് അയൽവക്കത്തുള്ള ഒരു 5 വയസ്സിനുള്ള പയ്യന് പരിപാടി കൊടുത്തെന്നല്ല, അത് ഏകദേശം സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോൾ ഇവൻ്റെ മെക്കിട്ട് കയറി. പിന്നെ ഇവൻ്റെ ഒരു അങ്കിള് വീട്ടിൽ വന്നപ്പോൾ അങ്കിളിന് കിടന്നു കൊടുത്ത്. അപ്പോഴാണ് ഇവളെ പറ്റി നാട്ടിൽ അന്വേഷിച്ചത്. നാട്ടിൽ ഇവൾ പലർക്കും കൊടുത്തിട്ടുണ്ട്, ഒരു പരോപകാരിയാണ്. അതൊന്നും അല്ല ഇവൻ്റെ പ്രശ്നം. ഇവന് ക്ഷമയെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറമാണ് ഒരു പെണ്ണ് പിടുത്തം വിട്ടുപോയാൽ. ഞാൻ പറഞ്ഞില്ലേ, ചില പെണ്ണുകൾ കെട്ടിയ ചുടലെ പെര വെച്ച പോലെ കറക്റ്റ് ഇവന് ഊറ്റ നിലക്കും. ലേറ്റായി വീട്ടിൽ ചെന്നാൽ ഷൗട്ട് ചെയ്യും. ആര്? ഇവള് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, ചുരുക്കി പറഞ്ഞ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു സഭയിൽ ഇവളെയും കൊണ്ട് പോയാൽ ഇവളവിടെ പ്രശ്നക്കാരിയാണ്. ഇവൻ ആരോടെങ്കിലും മിണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുക. ഇവൻ ഇതൊക്കെ പാടെ സങ്കടം കെട്ടഴിക്കാൻ എൻ്റെ അടുത്താൻ വന്നത്. ഞാൻ ഇവനോട് ചോദിച്ചാൽ അവളുടെ മനോനില ശരിയാണ്, അവൾക്ക് മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാനൊരു സൈക്കോളജിസ്റ്റൊന്നുമല്ല, പക്ഷേ ഈ അയൽവാസിക്കും അങ്കിളിനും കളിക്കാൻ കൊടുത്ത്, നാട്ടിലാണെങ്കിലും പല ആൾക്കാർക്കും കളിക്കാൻ കൊടുത്തൊരു പെണ്ണ് നിനക്ക് തരണില്ല. നിനക്കിങ്ങനെ സ്വൈര്യക്കേടും കാര്യങ്ങളും. ഇതിലൊരു കോംപ്രമൈസ് ടോക്കിന് കാര്യമില്ല. കാരണം ഈ പെണ്ണ് ഒരിക്കലും മാറൂല. ഞാൻ അവളോട് സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ 1-2 പ്രാവശ്യം അവളുടെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് അവളോട് സംസാരിക്കാൻ പോലും തോന്നിയില്ല. കാരണം എന്നോടും അതേപോലെ ആയിരിക്കും പെരുമാറുക. എനിക്കത് പറ്റില്ല. പിന്നെ അവൻ്റെ ഭാര്യയൊന്നും ഞാൻ നോക്കില്ല. അപ്പം ഞാൻ അവളോട് സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് സെറ്റാക്കുന്ന പറഞ്ഞു. ഞാൻ പറയാതെ ശരിയാവില്ല, നിങ്ങളിനി സംസാരിച്ചാലും എന്തായാലും നിൻ്റെ തലയിൽ അവൾ കയറിപ്പോയി. ഇനി രണ്ടാമത് പഴയ ഒരു ഭർത്താവ് എന്നുള്ളൊരു സ്ഥാനം നിനക്ക് അവൾക്ക് തരാനും കഴിയില്ല, അവൾക്കൊരു ഭാര്യയായിട്ട് അടങ്ങി ജീവിക്കാനും കഴിയില്ല. ഞാൻ മനസ്സിലാക്കിയതാണ്. നീ അവളെ ഉപേക്ഷിക്കുക നിയമപ്രകാരം. ഒരു ജീവിതമുള്ളത് നമുക്ക് സ്വൈര്യത്തിന് ജീവിച്ചുകൂടെ?
ഇത് നാട്ടുകാർക്ക് കളിക്കാൻ കൊടുക്കേണ്ടത് നീ പറഞ്ഞു, നിൻ്റെ അയലൊക്കത്തെ ചേക്കര് കളിക്കാൻ കൊടുത്തത് നീ പറഞ്ഞു, നിൻ്റെ അങ്കിള് കളിക്കണ ഏകദേശം നീ കണ്ടില്ല എന്നുള്ള അവസ്ഥയുണ്ട്. എന്തിനിങ്ങനെ ജീവിക്കണം നരക ജീവിതം? നീ ഡൈവേഴ്സ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് ചോദിക്കണേ, കർത്താവ് പറഞ്ഞേക്കണം അങ്ങനെയല്ലല്ലോ, അന്യൻ്റെ ഭാര്യനെ മോഹിക്കരുത്, 10 കൽപ്പനകളിൽ ഒരു ഭാര്യ മാത്രമേ പാടുള്ള, ക്രിസ്ത്യാനിറ്റിയിൽ 10 കൽപ്പനയിലാണ് എന്തോ അവൻ പറഞ്ഞ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കർത്താവ് പറഞ്ഞിട്ടില്ലേ ഒരു ഭാര്യയെ പാടുള്ളൂന്ന്? ഞാൻ അവനോട് കർത്താവ് പെണ്ണ് കെട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പം കർത്താവിന് സുഖേട് മനസ്സിലാവില്ല, അനുഭവിക്കണം നീയല്ലേ. കർത്താവ് കുരിശ് ചുമന്ന് അത് ഒറ്റ ദിവസം ചുമന്നിട്ടില്ല, അന്ന് കർത്താവ് മരിക്കുകയും ചെയ്തു. നീ ജീവിതകാലം കുരിശും ചുമന്ന് നടക്കാൻ പോവുക. അപ്പോൾ ഇവർ ഡൈവോഴ്സിന് ഇപ്പം കേസ് കൊടുത്തു. അപ്പം ജോയിൻ്റ് പെറ്റീഷൻ കൊടുക്കാൻ ഇവള് സമ്മതിക്കണില്ല. അതിലിപ്പം വീട്ടിൽ നിന്ന് മാറി നിന്ന്, അതായത് ഇവൻ്റെ വീട്ടിൽ നിന്ന് ഇവളവിടെ താമസിക്കല്ലേ. പിന്നെ നാട്ടുകാരൊക്കെ ഇടപെട്ട് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കില്ലെങ്കിൽ ഇപ്പോൾ ഏതായാലും കേസ് അവൻ ഫയൽ ചെയ്തിട്ടുണ്ട്, അത് തീരുവോളം നീ നിൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പം കോടതിയിൽ 6 മാസത്തേക്ക് നീട്ടും. അത് എങ്ങനെയെങ്കിലും ജോയിൻ്റ് ആകുമെന്ന് ഇപ്പം അടുത്ത തമ്പുരാൻ വിചാരിച്ചാൽ ജോയിൻ്റ് ആവില്ല, എനിക്കതറിയും. 6 മാസം നീട്ടി കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ചെല്ലും, വക്കീലിന് ഫീസ് ഇവൻ കൊടുക്കും, പിന്നെ നീട്ടും. അത് വേറൊരു ട്രിക്ക്. അത് കോടതി വ്യവഹാരം. ഇപ്പോൾ ഓരോ വക്കീൽമാരിങ്ങനെ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് വേണ്ട ഒരു ഫീസൊക്കെ, അങ്ങോട്ട് ഞാൻ പോണില്ല. ഇവന് കേസ് കോടതിയിലെത്തി. അപ്പോൾ ക്രിസ്ത്യൻ മത നിയമപ്രകാരം ഒരു ഭാര്യനെ ഉപേക്ഷിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അവളുടെ പരപുരുഷ ബന്ധം തെളിയിക്കണം. അതിന് 2 ഐ വിറ്റ്നസ് വേണം. ആരെ ഇപ്പോൾ ആൾക്കാരെ കാണിച്ച് പരിപാടി എടുക്കണത്? മുറി കയറി വാതിലടിച്ചിട്ട് കളിക്കണത്. ഈ വാതിൽ തുറന്നിറങ്ങണ കണ്ടിട്ട് കാര്യമില്ല, അത് ഐ വിറ്റ്നസ് അല്ല, ലൈവ് കാണണം. അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി നമുക്ക് ഡൈവേഴ്സ് അനുവദിക്കൂല. കോടതിയിൽ നിന്നാണെങ്കിൽ നീട്ടിക്കൊണ്ട് പോകും. പിന്നെ ഒരു റീസൺ വേണ്ടേ, അതിന് ഞങ്ങളിങ്ങനെ തല പോകുകയാണ്. ഇവള് പറഞ്ഞ് ഇവൻ്റെ പോയി ജീവിക്കുള്ളൂ. ഞാൻ അവന് അസലായിട്ട് ക്ലാസ് എടുത്തു കൊടുത്ത്, ഇന്ന പോലെയൊക്കെ സംഭവങ്ങളാണ്. എനിക്ക് ജീവിതത്തിലൊരു സ്വൈര്യമില്ല, ഇവൾക്ക് പരപുരുഷ ബന്ധമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ എന്നെ ഇവൾ അടിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ അനുസരിക്കില്ല, ആൾക്കാരുടെ തന്നെ ഇൻസൾട്ട് ചെയ്യും, ഒരുപാട് ഹരാസ്മെൻറ്റാണ്, ഒരു സ്വൈര്യം എനിക്ക് തരില്ല. ഇന്ന് ബാങ്ക് ബാലൻസും ഒക്കെ ഓരോ കാര്യത്തിന് ഇവൾക്ക് സാധനം, ഓരോ കല്യാണത്തിന് പോകണമെങ്കിൽ ഇങ്ങനെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, ആൾക്കാരുടെ തന്നെ ഇൻസൾട്ട് ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. എനിക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ പോയി മരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഡൈവേഴ്സ് വേണം. ഈ സ്റ്റാൻഡിൽ നീ നിൽക്ക്, എവിടം വരെ പോകുന്നു നോക്കാം. ഇല്ല നീയും ഉൾട്ടാവണം. ഉൾട്ടാവുക എന്ന് വെച്ചാൽ അവളുടെ അതേ സ്വഭാവം എടുക്കണം. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ടും പ്രശ്നമാക്കുക, നിന്നെ തല്ലുക നീയും തല്ലുക, അങ്ങനെ ആകുമ്പോൾ ഇത് കുളമാകും. അപ്പോൾ ഒരു തീരുമാനം ഉണ്ടാവും. അല്ലാണ്ട് നീ ഇങ്ങനെ പുണ്യാളനായി നിന്ന് കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ അച്ഛൻ അത് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് ഇത് മുന്നോട്ട് പോകില്ല. കോടതിയിൽ ഈ ഒരൊറ്റ ഇതിൽ ഉറച്ച് നിന്നു. എനിക്ക് സ്വൈര്യമില്ല ജീവിക്കാൻ. ഇവൾക്ക് പരപുരുഷ ബന്ധമുണ്ട്, പക്ഷെ എനിക്കത് തെളിയിക്കാൻ കഴിയില്ല. എനിക്കത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം, ഞാൻ നേരിട്ട് കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അല്ല എന്നെ ബാധിക്കണത്. എനിക്ക് ഓരോ മിനിറ്റിലും സ്വൈര്യമില്ല. അങ്ങനത്തെ ഒരു ലൈഫ് എനിക്ക് വേണ്ട. മക്കളൊന്നും ആയിട്ടില്ല, ഇനി അവൾക്ക് ജീവനാംശം കൊടുക്കണമെങ്കിൽ അതിന് തയ്യാറാണ്. കാരണം എങ്ങനെയെങ്കിലും പൊക്കോട്ടെ വിചാരിച്ച്. അവസാനം എന്തായെന്നറിയാം, കോടതി വിധിച്ചത് ഇവന് താല്പര്യമില്ലാത്തതുകൊണ്ട്, പെണ്ണിന് മാത്രം താല്പര്യമുള്ളതുകൊണ്ടും ഇത് മുന്നോട്ട് പോയില്ല. അപ്പോൾ ഡൈവേഴ്സ് അനുവദിക്കണം. മക്കളില്ലാത്തതുകൊണ്ട് അവൾ മറ്റൊരു കല്യാണം കഴിക്കണം, അവിടെ അവൾക്ക് ചിലവിന് ചെറിയൊരു സംഖ്യ കൊടുക്കാൻ വിധിച്ച്. അങ്ങനെ 2-3 കൊല്ലം അവൻ ഇവൾക്ക് എമൗണ്ട് അയച്ചു കൊണ്ടിരുന്നു. പിന്നെ ഒരു ഹതഭാഗ്യം വന്ന അവളുടെ കഴുത്തിൽ മിന്നു കെട്ടി, അതൊന്നുകൂടി അവൻ രക്ഷപ്പെട്ട്. അത് കഴിഞ്ഞൊരു പാവം പെണ്ണിനെ അവൻ കെട്ടി. എന്തോ ഒരു സന്തോഷമാണ്. കാരണം ഇങ്ങനത്തെ ഒരു
എന്താ പറയുക, വീടിവെട്ട് കേസിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പാവം പിടിച്ച പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ഇവന് ലൈഫ് എന്താണ്, സ്നേഹം എന്താണ്, പെണ്ണിൻ്റെ കളി എന്താണ് ഒക്കെ ഇവന് മനസ്സിലായത്. അതാണ് പറഞ്ഞത്, ചില സ്ത്രീകളെ കെട്ടിയാൽ അത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്നൊന്നും ആരും പറയണ്ട. ഇങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മളുടെ ഇടയിൽ. നിങ്ങളുടെ അറിവിൽ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ അയൽവക്കത്തെ ബന്ധത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും ഇങ്ങനത്തെ ചില സ്ത്രീകൾ. അതായത് കൊട്ടയിലും കൊള്ളില്ല, കോണത്തിലും കൊള്ളില്ല എന്ന് പറഞ്ഞ ചില സ്ത്രീകൾ. ഹതഭാഗ്യരെന്നേ അവരെ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് അവനെ രക്ഷപ്പെടൽ ഉണ്ടായത്. ഇല്ലെങ്കിൽ കർത്താവ് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ കുരിശും ചുമന്നവൻ കുറേ കാലാഭാരം ചുമന്ന് അവൻ മാനസികമായിട്ട് അവൻ മരിച്ചു പോയാനെ. ഇപ്പം സുഖമായിട്ട് ജീവിക്കണം, പേരക്കുട്ടികളും ഒക്കെ ആയി. ഇപ്പോൾ ആ പെണ്ണിൻ്റെ പേര് ഓർക്കുമ്പോൾ അവൻ ഞെട്ടലുണ്ട്. ചിലത് അങ്ങനെയല്ല. ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെ കണ്ടും കേട്ടാണ് ഈ വിടം വരെ എത്തിയത് മക്കളെ. നമസ്കാരം.